അനുമോളുടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് ഇന്ന് എനിക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റിയത്. ശരിക്കും അതെടുത്ത് കാണിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരുടെ സ്ട്രാറ്റജി മാത്രമാണ്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ആദില നൂറിനോട് പോയി പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്. ഇവരെല്ലാവരും ആഗ്രഹം. ഈ ലോകത്തുണ്ടല്ലോ എല്ലാവർക്കും അവരവരെയാണ് ഇഷ്ടം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ബിഗ് ബോസ് ഹൗസിൽ എസ്പെഷ്യലി എല്ലാവരോടും ജയിക്കാൻ വന്നിരിക്കുന്ന ആളാ. അപ്പൊ പിന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അനുമോള് പോണമെന്നും, അനുമോൾക്ക് ആഗ്രഹമില്ലേ ബാക്കിയുള്ളവർ പോണമെന്നും. അങ്ങനെയാണ് അത്. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? അതിന്റെ ആവശ്യമില്ല. പിന്നെ അനുമോൾ ഒറ്റയ്ക്കല്ല, അനുമോളുടെ കൂടെ ഇവരുണ്ടല്ലോ, ആദിലുണ്ട്, നൂറയുണ്ട്, ശൈത്യമുണ്ട്. അതിപ്പോ ഞങ്ങൾക്കൊക്കെ കാണാം. പിന്നെ അനുമോൾ ഇടയ്ക്ക് പറയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത്. പിന്നെ ഈ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യലും അനുമോൾ കുറെ പ്രാവശ്യം ആര്യനോട് പല പറയണം, നീ കോഴിയാണ്, നീ പെണ്ണുങ്ങളെ പ്രായത്തെക്കാളും മൂത്ത പെണ്ണുങ്ങളെ പ്രേമിക്കാൻ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. അതൊക്കെ വളരെ മോശമാണ്. എനിക്ക് ആ ഇതിനോടൊന്നും യോജിപ്പില്ല. കാരണം വെച്ചാൽ ഒരാളുടെ പേഴ്സണൽ ഇഷ്ടമാണ് അതൊക്കെ, എന്താണ് ഒരാൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, അത് വേറെ കാര്യം. അതിനിങ്ങനെ പറഞ്ഞുണ്ടാക്കുക, അത് അനുമോൾ ചെയ്യുന്നത് മോശം, വളരെ മോശം. അതുപോലെ ജിസലിനെ പോയിട്ട് കല്യാണം നീ പുറത്ത് പോയി മലയാളികൾ കാണിച്ചു തരും പുറത്ത്. അനുമോൾക്ക് എങ്ങനെ അറിയാം മലയാളികൾ എന്താ കാണിക്കാൻ പോകുന്നതെന്ന്? അപ്പം അതും തെറ്റ്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അനുമോളിന് തിരിച്ച് നമ്മളെ രണ കൊടുക്കുന്നുണ്ട്, അതും തെറ്റ്. അനുമോൾ അവിടെ പൊടിന്ന് വിളിക്കുന്നുണ്ട്. അനുമോളുടെ ഈ പോടാ ആ പ്രൊവോക്കേറ്റീവ് ടോണാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്, അത് മനസ്സിലാവും. പക്ഷെ രണ ഉണ്ടല്ലോ വളരെ മോശമായിട്ടാണ് പറയുന്നത് സംസാരം. കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാണ് ആ കുട്ടിയുടെ വായിന്ന് വരുന്നത്? അതും ബാക്കിയുള്ളവർ ചെയ്യല്ലേന്ന് പറഞ്ഞിട്ട് പോലും ചെയ്തിട്ടുണ്ട് ആ കുട്ടി. എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടാവില്ല മുഴുവൻ, പക്ഷെ ഒരാഴ്ച കാണിച്ചു. പക്ഷെ ആ സഹിയിട്ടിട്ട് അവർ ആഡ് ചെയ്തതായിരിക്കും രണ്ടേണ്ട, സത്യമായിട്ട് ഞാൻ പറയാലോ. പക്ഷെ ഇന്ന് അറ്റ്ലീസ്റ്റ് ശരത്ത് പറയുന്നതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എപ്പിസോഡിൽ. പക്ഷെ ഈ കുട്ടി വളരെ മോശമാണ്. ഓൾറെഡി ഇറിറ്റേറ്റിംഗ് ഒരു സൗണ്ടാണ്. ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷൻ ആണ് പുള്ളിക്കാരുടെ സൗണ്ട്. ഷൗട്ട് ചെയ്ത് സംസാരിക്കുള്ളൂ. നമുക്കേ കാര്യങ്ങൾ പറയുന്ന രണ്ട് രീതിയുണ്ട്. ഒന്ന് ഈ രണ പറയുന്ന രീതി, ഒന്ന് ഇച്ചിരി പോളിഷ്ഡ് ആയിട്ട് പറയാം. ആ കുട്ടിക്ക് പോളിഷ്ഡ് ആയിട്ട് പറയാൻ അറിയില്ല, അതാണ് സത്യാവസ്ഥ. പക്ഷെ നമ്മൾ ഈ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വരുമ്പോണ്ടല്ലോ, ആൾക്കാർക്ക് നിങ്ങൾ പറയുന്ന സത്യമാണെങ്കിൽ പോലും അത് ഇറിറ്റേഷൻ ആവുന്നു. അതാണ് പ്രശ്നം രണ. അപ്പൊ രണയുടെ ഗെയിം ഇങ്ങനെ താഴ്ത്തോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഒന്നും കാണാനില്ല കേട്ടോ ആ കുട്ടിയുടെ. ഇന്ന് ഈ അക്ബറും ഇവരൊക്കെ കൂടിയിട്ട് ഇത്ര മോക്കിയെന്ന് എന്താണ്, എന്താ മോക്കിയ അനുവിനെ. എന്നിട്ട് അനു അവിടെ അഭിനയിക്കുന്നു. ജയിലിനകത്തിരുന്നിട്ട് അനു അവിടെ ദുഃഖിച്ചിരിക്കുന്ന ഒരു പുത്രിയും ഇവര് ഇവിടെ പുറത്ത് കടന്നിട്ട് ബുള്ളി ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാണുന്നവർക്കൊക്കെ അങ്ങനെ തോന്നുന്നത്. പിന്നെ നമ്മുടെ അയ്യോ അനീഷ, എന്താ പറ്റിയത് അനീഷിന്? ഒന്നുമില്ല, പുള്ളിക്കാരൻ എന്തോ കിളി പോയ പോലെ തന്നെയാണ് ഇപ്പിരിക്കുന്നത്, ഒരു രക്ഷയില്ല. അയ്യോ അനുമോളെ കരയരുത്. പക്ഷെ അനുമോളോട് ഒരു കാര്യം പറഞ്ഞു, എപ്പോഴും കരഞ്ഞാൽ കരച്ചിലിന് വാല്യൂ ഉണ്ടാവില്ല. ശരിയാണ്. ഈ ഏതൊരു അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞ കരയുമുണ്ടല്ലോ, നമുക്ക് വല്ലാതെ തോന്നും, അത് ശരിയാവില്ല. അത് പറഞ്ഞൊരു പോയിന്റ്. പക്ഷെ അനീഷിന്റെ ഗെയിം ഉണ്ടല്ലോ, അനീഷിന്റെ ഗെയിം വളരെ താഴ്ത്തിട്ടാണ്. അനീഷെ ഒരു രക്ഷയില്ല. അത് ലാലേട്ടൻ വന്നിട്ടൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ഇപ്പൊ എല്ലാരും എന്തൊക്കെയോ ആവുന്നു. ഒരു ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ വേറെ കുറച്ച് ഗ്രൂപ്പുകൾ ഫോം ചെയ്യാൻ നോക്കുന്നു. എനിക്ക് ഒനീലും നമ്മുടെ അഭിലാഷും കൂടി പറയുന്നുണ്ടായിരുന്നല്ലോ, നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നു. അത് അവരെ സൈഡിലാക്കുന്ന കാര്യവും, അത് വേറെ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന കാര്യം, ഗ്രൂപ്പ് ഫുൾ ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും, അത് മാനുഷികമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരാൾക്കാർ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ഫ്രണ്ട് ഗ്രൂപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, സ്വാഭാവികം. പക്ഷെ പ്രോബ്ലം എന്താണെന്നറിയോ, ആ ഗ്രൂപ്പ് ബുള്ളി ഗ്രൂപ്പൊക്കെ ആവുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അക്ബറിന്റെ ഗ്രൂപ്പ് അങ്ങനെ ആയി മാറി. അക്ബർ പാട്ടിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ പാട്ടിലൂടെ ആയാലും കാര്യമില്ല അക്ബറെ, നമ്മൾ ചെയ്യുന്ന കാര്യം കുറെ ഓവറായി പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്യുമ്പോ അതാണ് പ്രശ്നം. അവിടെ ഒരാൾ മാത്രം, അതാണ് പ്രശ്നം. ഇപ്പൊ ആദില നൂറൊക്കെ കൂടെ ഉണ്ടെങ്കിലും അത് അങ്ങനെയല്ല വരുന്നത് പുറത്തേക്ക്. പിന്നെ നെവീൻ തിരിച്ചു വന്ന കാര്യം ഒന്നുകൂടി പറയാം. നെവീൻ എന്താണ് പോയിട്ട് തിരിച്ചു വന്നത്? ഒബ്വിയസ്ലി ഒന്നുമില്ല, പുള്ളിക്കാരൻ ഇന്നലെ ചെയ്തത് കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്. എടുത്തു ചാടുന്ന സ്വഭാവം നെവിന് നല്ലോണം ഉണ്ട്. അതാണ് ഇന്നലെ പുള്ളിക്കാരൻ ചെയ്തത്, കണ്ടന്റിന് വേണ്ടി ചെയ്തു. പക്ഷെ നമ്മളൊരു കാര്യം ഞാൻ പറയാലോ, ബിഗ് ബോസിന് കണ്ടന്റ് വേണം, അത് ശരിയാണ്. ബിഗ് ബോസ് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ കണ്ടന്റ് നാളെ നമുക്ക് ബാക്ക് ഫെയർ ചെയ്യാതിരിക്കാൻ നോക്കണം. നെവിന്റെ ഗെയിം നല്ല ഹൈയിൽ നിൽക്കുമ്പോൾ അത് പൊങ്ങി വരുവാണ്. പുള്ളിക്കാരന്റെ ഗ്രാഫ് ഡൗൺ സൈഡ് ഒന്നും പറയാനില്ല. നെവിനെ കുറിച്ച് നെഗറ്റീവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നെവിൻ കളിക്കുന്നുണ്ട്, നല്ല രസമായിട്ട് പുള്ളിക്കാരന്റെ രീതി കളിക്കുന്നു വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു
പൊട്ടത്തരം കാണിക്കുമ്പം എന്നിട്ട് ഗ്രാഫ് താഴ്ത്തിട്ട് പിന്നെ സോറി പറഞ്ഞ് തിരിച്ച് ആ വാല്യൂ നമുക്ക് എന്താണ്, നമുക്ക് ലൈഫിലൊരു സെൽഫ് റെസ്പെക്റ്റും വാല്യൂ അല്ലേ നമ്മൾ വേണ്ടത്. അത് ബിഗ് ബോസ് പോലത്തെ ഷോയിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ വലിയ കാര്യമല്ലേ. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് ആ ഒരു വാല്യൂ ഇല്ലാതെ ആയിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഈ നാളെ രവി ശരിക്കും പോണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കൂല. അങ്ങനത്തെ ഒരു ഇതാ. പുലിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പുലി വരുമ്പം ആരും വിശ്വസിക്കില്ല. അതുപോലെ ആവും അത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യരുത്, വെറുതെ ചെയ്തിട്ട് വാല്യൂ കളയരുത്. നെവിനും കളി മാറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വന്ന ഉടനെ തന്നെ അനുവിനെയും ഇവരൊക്കെ പോയി സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ചോദിച്ചു, ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടാണ് ആദിലനൂർക്ക് ഇത്ര പ്രശ്നം എന്നുള്ള പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അത് തമാശയ്ക്ക് പറഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷെ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിലും അതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പം അതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാവും. അവർക്കത് ഗെയിം ആക്കാലോ, അവർക്കത് ഗെയിം ആക്കാം, അവർക്കത് ഫീൽ ചെയ്യാം, അവരതിന് പ്രതികരിക്കും. അപ്പൊ നെവിൻ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അവരോട് വന്ന് ക്ലാരിറ്റി കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാണ് വേണ്ടത്. അത് നെവിൻ തന്നെ ഗുണകരം ചെയ്യും. കാരണം വെച്ചാൽ ഇപ്പൊ നെവിന്റെ ഈ ബാക്ക് ഫയർ ചെയ്തിട്ടുള്ള കുറച്ച് ഇതുണ്ടല്ലോ, കുറച്ചൊന്നും ബെറ്റർ ആവുന്ന ഞാൻ പറയാം. അത് ചെയ്തില്ല, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ചെയ്യുന്നു കേട്ടോ, അത് ചെയ്യും തോന്നുന്നില്ല. പിന്നെ നെവിൻ വന്നപ്പം എന്താണ് ശൈത്യക്ക് ഇത്ര സ്നേഹം ഞാൻ കണ്ടില്ലല്ലോ ഇത് ഡിബേറ്റിലൊന്നും. പോയപ്പോ തൊട്ട് ശൈത്യക്ക് ചെറിയൊരു പ്രശ്നമാണ്. ശൈത്യക്ക് എവിടെ നിൽക്കണം എന്നറിയില്ല. അനുമോളുടെ കൂടെ നിന്നാ പോസിറ്റീവ് ആവോ, ഇവിടെ നിന്നാ പോസിറ്റീവ് പുള്ളിക്കാരിക്ക് അറിയില്ല. പുള്ളിക്കാരി അങ്ങോട്ടും ഇങ്ങോട്ടും കാല് രണ്ട് വഞ്ചിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അത് എപ്പോഴെങ്കിലും ഒരു വഞ്ചി മാറിക്കഴിഞ്ഞാൽ ശൈത്യത്തെ വീഴൂട്ടാ, സത്യമായിട്ട് ഞാൻ പറയുവാണ്. അത് എങ്ങും ഇല്ലാത്തൊരു ഗെയിമാണ് ശൈത്യയുടെ. ബാക്കി ഗെയിം ഫിസിക്കൽ ടാസ്കും അതല്ല ഈ പറയുന്നത്, മൈൻഡ് ഗെയിമും നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കിയ കാര്യം കണ്ട് നിൽക്കുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ആ ശൈത്യക്ക് ഫെയിലിയർ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം അവിടെ ഇവിടെ ഇല്ല, അവർക്ക് സ്ട്രെസ് ഇല്ല. ശൈത്യനെ കുറിച്ച് അവർ കുറ്റം പറയുന്നുണ്ടല്ലോ, അവർക്ക് ഡൗട്ടാണ്. ഇവിടെ അനുമോൾക്കാണെങ്കിൽ അനുമോൾ കുറച്ച് കഴിഞ്ഞാൽ അനുമോൾ നോമിനേറ്റ്, അതാണ് ഞാൻ പറഞ്ഞത്. അനുമോൾക്കും സ്ട്രെസ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ശൈത്യയുടെ ഗെയിം തന്നെ 0 ആയി പോകും. അപ്പൊ അത് വലിയ പ്രോബ്ലമാണ്. പിന്നെ ആര്യന്റെ കുറെ കാര്യങ്ങൾ, ആര്യന്റെ ഒന്നും വേറെ പണിയൊന്നുമില്ലേ, ഈ ബോഡി വാഷ് എടുത്ത് കളയാനൊക്കെ നിൽക്കുന്നത്. ഓൾറെഡി ഒറ്റപ്പെടൽ സ്ട്രാറ്റജി നടക്കുന്ന ഒരാള് ഈ ബോഡി വാഷ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്? അത് ബിഗ് ബോസ് എടുത്ത് കാണിക്കുകയും ചെയ്തു. ഈ ഒരു രക്ഷയില്ല. ആര്യൻ, റെന ഇവരൊന്നും ഒന്നും ചെയ്യാനില്ല. അവരൊക്കെ ഗെയിമൊക്കെ 0 ആണ്. 0 കളിക്കൂ. ഈ ബോഡി വാഷ് എടുത്തോണ്ട് പോലാണോ കളി? അയ്യോ. പിന്നെ ഈ നോമിനേഷൻ വന്നപ്പം ഞാൻ ശരിക്കും ജയിൽ നോമിനേഷൻ വന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ ശരിക്കും വിചാരിച്ചു നമ്മുടെ ജിസില് പോണമെന്നാണ്. ജിസിലും പോകണമല്ലോ, ജയിൽ നോമിനേഷൻ ഒന്നും പോയില്ല, പുള്ളിക്കാരൻ തള്ളിയല്ലോ. പക്ഷെ അതാരും പറഞ്ഞില്ല. അതിന് വരെ അനീഷിനെ വിട്ടു. കാരണം അനീഷ് രണ്ടുപേർക്കേ പോകാൻ പറ്റുള്ളൂ. പിന്നെ അനുമോൾ എന്തായാലും വരും, ഷുവറാണ്, ഷുവർ കട്ട്. അനുമോൾ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അത് അനുമോളിനും അറിയാം. അനുമോളിന്റെ ജയിൽ നോമിനേഷൻ കേട്ട കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അവർ ആ ഗ്രൂപ്പ് മൊത്തം കളിക്കുകയാണ് കേട്ടോ ആ കാര്യത്തില്. അപ്പം ജയിലിലേക്ക് പോയത് അനീഷുമാണ്. പക്ഷെ ജിസിൽ വരണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ജിസിലവിടെ ഇന്നലെ ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായപ്പം ജിസലിനൂടെ പങ്കുണ്ട്. അത് ജിസലിന്റെ പങ്ക് ആരും കാണുന്നില്ല. അതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അറ്റ്ലീസ്റ്റ് അനുവിന് പറയായിരുന്നില്ലേ? അനു അവിടെയും പറയുന്നില്ല. അനു പക്ഷെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിച്ചേക്കണല്ലോ, അപ്പൊ സിമ്പതി വേണമല്ലോ. അപ്പൊ അനു ഒന്നും പറയില്ല. അനു എന്താണ് പറയുക, നമ്മുടെ സീരിയലിനെ പോലെ ബലിയാടാവാൻ റെഡി. അങ്ങനെയാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. പുള്ളിക്കാരി അങ്ങനെ ഞാനായിട്ട് പറയില്ല. അത് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്നറിയോ, ആ ജിസലിന്റെ അണ്ടർഗാർമെന്റ് കേസ് വന്നില്ല ആര്യന്റെ, അന്നേരം ഞാൻ പറയില്ല എന്ന് പറഞ്ഞില്ലേ. അന്നേരം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ പുള്ളിക്കാരി അങ്ങനെയായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് കണക്ട് ചെയ്യുമ്പം അനുവിന്റെ സ്ട്രാറ്റജി അതാണ്. നല്ലൊരു സ്ത്രീയല്ലേ, നല്ലൊരു വ്യക്തി, മരുമകൾ ഒക്കെ ആയി വരുന്ന സ്ത്രീ എങ്ങനെ ഇരിക്കും, ആ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനാണ് പുള്ളിക്കാരി നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ അനുവിന്റെ വായിന്ന് വരുന്ന വാക്കുകളുണ്ടല്ലോ, അത് നല്ലതിനല്ല, അത് നല്ല കാര്യമല്ല. അത് ലാലേട്ടൻ എടുത്ത് പറയണം. വീക്കെൻഡിൽ അനുവിന് ശരിക്കും വാണി കൊടുക്കണം. ആ കാര്യങ്ങൾ അനുവിന് ചെയ്യണം. പിന്നെ മൈക്ക് മാറ്റിയിട്ട് സംസാരിക്കുക. ഇത് ബിഗ് ബോസ് അല്ലേ, എന്തിനാണ് വെറുതെ ഇങ്ങനെ വിളിപ്പിക്കുന്നത്? അത് ശൈത്യ പറഞ്ഞ കറക്റ്റാണ്. എന്നിട്ട് വേണം ബാക്കിയുള്ളവരും കൂടി പറയാനായിട്ട്. അത് അനുമോളുടെ കണ്ടന്റ് ഉണ്ടാക്കുന്നതാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാണുമ്പോൾ അത് ഏത് പൊട്ടനാണ് മനസ്സിലാവാത്ത അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതൊക്കെ എനിക്ക് കണ്ടന്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെയാണ് ഈ നമ്മളെ രേണയുടെ ചീത്തവിളി സംഭവങ്ങളൊക്കെ ഉണ്ടായത്. വളരെ മോശം. അത് അവര് ഭാഗ്യത്തിന് ശരത്ത് പറഞ്ഞുകൊണ്ട് അത് അവിടെ വരെ കാണിച്ചുള്ളൂ എപ്പിസോഡിൽ. പക്ഷെ ലൈവിലൊക്കെ പുള്ളിക്കാരി വളരെ മോശം തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ ഇവർക്ക് ചായയും പക്കോടയൊക്കെ കൊടുത്ത് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഇവര് ജയിലിലേക്ക് പോകുന്നത്. അനീഷും അനുവും കൂടി ജയിലിലേക്ക് പോയി കഴിഞ്ഞ ശേഷം അവിടെ കിടന്ന് ഇവര് കളിയാണ്. ആര്? നമ്മുടെ അക്ബർ ആൻഡ് ടീം.
എന്തിന്? എന്നിട്ട് അതിനുള്ളിൽ അനു ഒരു പാവേനം പിടിച്ച് കരഞ്ഞ് ഇങ്ങനെ മുഖത്തോടെ ഇരിക്കുന്നു. അനീഷ് അവിടെ ഇങ്ങനെ കിളിപോലെ ഇരിക്കുന്നു. ഇതാണ് ബിഗ് ബോസിന്റെ അവസ്ഥ. നെഗറ്റീവ് ആവുന്ന എല്ലാരും. അനുവും പോസിറ്റീവ് ഒന്നല്ല, വലിയ പോസിറ്റീവ് ഒന്നല്ല. ബിഗ് ബോസ് ശരിക്കും തുറന്ന് ഉണ്ടക്കണ്ണോടെ കാണുന്നത് നമ്മൾ പണ്ട് ജാസ്മിൻ പറഞ്ഞല്ലേ, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ ആരും പോസിറ്റീവ് ഒന്നുമല്ല, ആരും നന്നായിട്ട് കളിക്കുന്നില്ല. ശരിക്കും എല്ലാവരുടെയും ഗെയിം 0 ആണ്. ജിസിലിന്റെ ഗെയിം എന്താണ്? ജിസിൽ എന്താണ് കാണിക്കുന്നത്? പലപ്പോഴും ആരിനെന്താണ് കാണിക്കുന്നത്? എന്തോ വൈരാഗ്യത്തോടെയൊക്കെയാണ് ഇവർ പെരുമാറുന്നത്. വളരെ മോശമാണ് ഗെയിം പോകുന്നത്. ഇനിയെങ്കിലും ഈ വീക്കെൻഡിൽ എല്ലാവരുടെയും ആ നെഗറ്റീവ് ഉണ്ടല്ലോ എടുത്ത് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഈ അക്ബറിനൊക്കെ ശരിക്കും കാണിച്ചു കൊടുക്കണം. നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു? പാട്ട് പാടി ബുള്ളി ചെയ്തുകൊണ്ട് ബുള്ളി ആവാതിരിക്കില്ല അക്ബറെ. അത് നോക്കണം. ശരത്ത് എന്താണ് ലാസ്റ്റ് ചെയ്തത്? ജയിൽ കഴിഞ്ഞിട്ട് അനുവിന്റെ പാവ എടുത്ത് എന്തിനാ അറിഞ്ഞത്? ശരത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ശരത്ത് ചെയ്യുന്ന കാര്യം അനു മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ബിഗ് ബോസ് ഷോ ഉണ്ടല്ലോ, ഈ ഷോ വെൽ എഡിറ്റഡ് ഷോ ആണ്. അത് ആദ്യം മനസ്സിൽ വെക്കാം. അവർക്ക് എന്താണോ പുറത്ത് വിടേണ്ടത് അവർക്ക് അത് വിടാം. എന്താണ് വേണ്ടത് അത് കട്ട് ചെയ്യാം. അത് എഡിറ്റിംഗ് മേഖലയുടെ ഒരു വലിയൊരു സംഭവമാണത്. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യരുത്. അത് ഇന്ന് എനിക്ക് തോന്നിയത് ആ അനുവിന്റെ പാവ എടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കളഞ്ഞ എന്തിന് നിങ്ങളോട് ഒരാൾ പറയുവാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാം. അല്ലെങ്കിൽ ഒരു സംഭാഷണം വയ്ക്കുക. എന്താണ് അവിടെ നടന്നതിന് മുമ്പ് നമുക്ക് മനസ്സിലാവുന്ന തരത്തില്. ഇപ്പൊ അത് കാണുമ്പം ശരത്താണ് തെറ്റ് ചെയ്തതായിട്ട് വെറുതെ ഇരിക്കുന്ന ഒരാളുടെ പാവ എടുത്ത് എറിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് അനുമോൾ അതിന്റെ പേടിച്ച പോലെ ഇരിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയെന്നാണ് ഞാൻ പറയാം. ജയിലിൽ പോയി അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഒക്കെ കളിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്, ഇവര് ബുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി നന്നായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അനുമോളുടെ കരച്ചിൽ സ്ട്രാറ്റജി, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മുകളിലോട്ട് പോവും. പിന്നെ നമ്മുടെ ഇവരുടെ ബുള്ളി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. റെന ഫാത്തിമ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും, അക്ബർ നെഗറ്റീവ് ആവും. ആ ടീം മൊത്തം ഒന്നും ചെയ്യാതിരിക്കുന്ന ബിന്നി വരെ നെഗറ്റീവ് ആവും. സത്യം പറയാലോ, ബിന്നി ഒന്നും വലിയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരി ടാസ്ക് നന്നായിട്ട് കളിക്കുന്നേ ഉള്ളൂ. പക്ഷെ പുള്ളിക്കാരി വരെ ഇതാവും. ഭാഗ്യത്തിന് അവർ ക്യാപ്റ്റൻസി വന്നിരുന്നല്ലോ, ക്യാപ്റ്റൻസി അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നപ്പോഴാണ് ബിന്നിയും രണ, ബിന്നിയും നെവീനാണ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇവര് നന്നായിട്ട് കളിച്ചു. ആ ടാസ്ക് ഉണ്ടല്ലോ, വീക്ക്ലി ടാസ്ക് നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ വന്നത്. ശരിയാണ്, അത് കറക്റ്റാണ്. അപ്പം അതില് ഇവരൊക്കെ പറയുന്നുണ്ട് അനുമോളൊക്കെ എനിക്ക് ക്യാപ്റ്റൻ ആയാൽ നമ്മളൊക്കെ എപ്പോഴും ക്യാപ്റ്റൻ ആവൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ സിമ്പത്തി കാട്ടുന്നത്. ക്യാപ്റ്റൻ ആവാലോ, എന്തുകൊണ്ട് ആയിക്കൂടാ? പക്ഷെ ആവണോ? ഈ ബിഗ് ബോസ് ഹൗസിൽ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ ദുരവസ്ഥയായിരിക്കും. ബെറ്റർ ക്യാപ്റ്റൻ ഒന്നും ആവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. സത്യമായിട്ടും ഇപ്പൊ ക്യാപ്റ്റൻ ആയിരിക്കുന്ന ശരത്തിന്റെ അവസ്ഥ എന്താണ്? അതിനു മുമ്പ് നമ്മുടെ ആര്യന്റെ അവസ്ഥ എന്തായിരുന്നു? ദുരൂഹാവസ്ഥയാണ്. സത്യം പറയാം, ഷാനവാസാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാപ്റ്റൻ ആയിട്ടുള്ള. സത്യം പറയാലോ, ഒരു വലിയ നെഗറ്റീവ് ഒന്നും വരാത്ത ഒരു ക്യാപ്റ്റൻ ഷാനവാസാണ്. അനീഷ് ആണെങ്കിലും പോലും കുറെ കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തുണ്ടായിരുന്നു. പക്ഷെ ക്യാപ്റ്റൻ ആവാതിരിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അനുവിന്റെ സ്ട്രാറ്റജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ തവണ ലാലേട്ടൻ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണം എന്നെ അഭിപ്രായം. ഇവരുടെ നെഗറ്റിവിറ്റി ഒക്കെ കാണിച്ചു കൊടുക്കുക, ജിസലിന് പറഞ്ഞ് മനസ്സിലാക്കുക. കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫിസിക്കൽ അറ്റാക്കിന്റെ കാര്യമൊക്കെ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം തുറന്നു കാണിച്ചു കൊടുക്കണം. രണ്ടുപേരും കൂട്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ അനീഷിനൊന്നും ഉണർത്തിയെടുക്കുക. അനീഷ് എന്ത് പറ്റി? അനീഷ് ഒന്നും കളിക്കുന്നില്ല കേട്ടോ. അനീഷ് വെറുതെ ഇരിക്കുവാണ്. എന്താണ് അനീഷിന്? എനിക്ക് അനീഷിനെ കുറിച്ച് പറയാനില്ല. ഈ ആഴ്ച ഞാൻ എന്താ പറഞ്ഞ അനീഷിനെ കുറിച്ച്? ഒരു വാക്ക് പോലും പറയാനില്ല കളിച്ച കാര്യം. അപ്പൊ അങ്ങോട്ട് ഗെയിമും താഴ്ത്തോട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുന്നതുകൊണ്ടോ, ഒനിയിലും അഭിലാഷം കൂടി വേറൊരു ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെ പോയി ഇത് ഇവിടെ എത്തുന്നത് എനിക്കറിഞ്ഞൂടാ. ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് ഇട്ടു. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യത്തോടെ കളിക്കുന്നു. ഭയങ്കര പുള്ളിങ്, എനിക്ക് അങ്ങനെ തോന്നിയോ, ഭയങ്കര പുള്ളിങ് ആണ് ശരിക്കും. അത് ഞാൻ സത്യം പറയല്ല. അനു മോശമൊന്നല്ല, അനു പറയുന്നുണ്ട് മോശമല്ലാത്ത കാര്യങ്ങളൊക്കെ. ഷാമ്പു എടുത്ത് വലിച്ചെറിയ, അതൊക്കെയാണ് വലിയ കാര്യം ആര്യന്. അയ്യോ, ഒന്നും പറയാനില്ല. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡില്. നാളെ കാണാം. എന്തായാലും ലാലേട്ടൻ ഉണ്ടാവില്ലല്ലോ ഈ വീക്കെൻഡിൽ ഉണ്ടാവും, പക്ഷെ ഓൺലൈൻ ആയിരിക്കും മിക്കവാറും. ലൈവ് അവിടെ സ്റ്റുഡിയോയിലൊന്നും ആയിരിക്കില്ല.
അപ്പൊ ഇതൊക്കെ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം. ഒന്ന് ഇത് ശരിയാക്കി എടുക്കുമോ പ്ലീസ്? ശരിക്കും സങ്കടം തോന്നുന്നു സീസൺ ഇങ്ങനെ പോകുന്ന കണ്ടിട്ട്. അതുകൊണ്ടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത റിവ്യൂ കാണുന്നവരെ ബൈ.